ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ് 125 BS6 മോഡൽ വണ്ടിയാണ്. വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് വീലും ബാക്ക് വീലും ടൈറ്റ് കാണിക്കുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്, ചെക്ക് ചെയ്ത് ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഫ്രണ്ട് ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ആക്സിൽ ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ബെയറിങ് കാര്യങ്ങളൊക്കെ നോക്കി, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, ഹബിൻ്റെ ഭാഗത്തും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അത്രയാണ് നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ടുള്ളൂ. നമുക്ക് ഫ്രണ്ട് ഈ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കടനെ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. ഇപ്പം നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. കാരണം ശരിക്കും എയർ ഫിൽറ്ററും പ്ലഗ് നമുക്കൊരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ വലിയ അഴുക്കായിട്ടില്ല, നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം നമുക്കതിൻ്റെ ഈ ഭാഗം ബെൽറ്റ് ഡ്രൈവാണ്, ബെൽറ്റിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളുണ്ടോ എന്നുള്ള ദിവസം നോക്കണം. അതേപോലെ തന്നെ ഓയിൽ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഗ്രീസിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാനാണ്. നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇതാണ്, ഓയിൽസിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗവും ഓക്കെയാണ്. പിന്നെ ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ഫ്രഷാണ്. കാരണം എന്താ വെച്ചാൽ ക്ലിയറായിട്ട് സർവീസ് ചെയ്ത് പോകണം. കാരണം അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം അതിൻ്റെ ഉള്ളിലൊന്നും കാര്യമായിട്ടുള്ള പൊടിയോ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഇങ്ങനെയാണ് ക്ലച്ച് ഇരിക്കേണ്ടത്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയാമെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക കേട്ടോ. ഈ സൈഡിൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊട്ടൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗമാണെന്നുണ്ടെങ്കിൽ മാറ്റിയിടാം, അതാണ് സേഫ്. ഇതല്ലെങ്കിൽ ഇപ്പോൾ ലോക്കൽ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ വലിയ ദൂരമൊന്നും ഓടണില്ല, ചെറിയ ഓട്ടമൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് ഇടാം. പക്ഷേ അത് ഞാൻ സജഷൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉപയോഗം നോക്കിയിട്ട്, അതായത് ബെൽറ്റിൻ്റെ ഒരു കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ക്രാക്ക് കാണിച്ചാൽ മാറ്റിയിടാമെന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നോർമൽ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കി, എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈമാണ് ഉണ്ടാവും. ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ അഴിച്ചിട്ടുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തു, നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം പ്ലേ ഒക്കെ ഉണ്ട്, പുതിയ കേബിളായിട്ടൊന്നും തോന്നണേ, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. വണ്ടി നമ്മൾ പുതിയത് മേടിച്ചപ്പോൾ വണ്ടി വന്ന ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു, 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സെൽഫ് എടുക്കുമ്പോഴാണ് ബാറ്ററിക്ക് പവർ ആവശ്യമായിട്ട് വരാം. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ 8.75 ചെറുതായിട്ട് ഇത് ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്, വീക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, സെൽഫ് വർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഒരു 8.5 വോൾട്ട് താഴേക്ക് വരുമ്പോഴാണ് കംപ്ലയിൻറ്റ് വരാം. ഇതിപ്പോൾ ശരിക്കും വീക്കായ ഒരു കണ്ടീഷനിലാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തൽക്കാലം ഉപയോഗിക്കാം, കംപ്ലയിൻറ്റ്സ് വന്നു കഴിയുമ്പോൾ മാറ്റി വയ്ക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്കിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻ്റാണ് ആ ടൈറ്റ് വരാൻ കാരണം കേട്ടോ. അതായത് ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലേക്ക് വരുന്ന 2 കേബിളാണ്, അതിനകത്ത് ഒരു കേബിൾ കുഴപ്പമില്ല. കമ്പൈൻഡ് ബ്രേക്കിംഗ്, അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് ലോഡാകുന്നുണ്ട്, ആ ഒരു കേബിളാണ് കംപ്ലയിൻറ്റ് വന്നേക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ ഫ്രണ്ടിലത്തെ ടയറായാലും ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് റൈറ്റ് സൈഡ് ടയറിൻ്റെ, ഇപ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം ചെറിയൊരു തേമാനം കാണിക്കുന്നുണ്ട്. അത് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടി ഏത് എടുത്താലും നമുക്ക് അതിൻ്റെ വലതുവശം തേമാനം ഒരല്പം കൂടുതൽ. അപ്പോൾ ടയറിനകത്ത് എയർ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ തന്നെയാണ് നമുക്ക് അതിനൊരു പരിഹാരമുള്ളൂ. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫോർക്കിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിയത്തെ അലൈൻമെൻറ്റ് കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആ ഭാഗങ്ങളൊന്നും വേറെ പ്രശ്നമില്ല. പക്ഷേ നിലവിൽ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഒരു അല്പം തേമാനം കൂടുതലുണ്ട്. അത് ടയറിൻ്റെ പ്രശ്നം കൊണ്ട് വരും. ഇനി നമ്മളത് എത്ര നല്ല ടയർ ഇട്ടാലും വലതുവശം റൈറ്റ് സൈഡ് ചെറിയൊരു തേമാനം വ്യത്യാസം എന്തായാലും ഉണ്ട് വണ്ടിക്ക്. അത് കോമൺ ആയിട്ട് എല്ലാ വണ്ടിക്കും വന്ന കേസാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർ പ്ലഗ് നമ്മൾ കൂട്ടത്തിക്കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിളാണ് സെപ്പറേറ്റ് മാറ്റേണ്ടി വരാം. പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ നമുക്ക് എന്തെങ്കിലും മാറണമല്ലോ. എഞ്ചിൻ ഓയിൽ, വാട്ടർ സർവീസൊക്കെ, ജനറൽ സർവീസൊക്കെ അഡീഷണലായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ ആ ബ്രേക്ക് കേബിൾ മാത്രമാണ് നമുക്ക് അഡീഷണലായിട്ട് മാറ്റേണ്ടി വരാം.
അപ്പോൾ അതിൻ്റെ ബ്രേക്ക് കേബിൾ അഴിച്ച് മാറുന്നതിൻ്റെ ലേബർ ചാർജ് ചെറിയൊരു വേരിയേഷൻ വരും. പിന്നെ ബാക്കിലത്തെ ഈ ഓൾറൗണ്ട് ഗാർഡ് ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്ന ഭാഗം ഇപ്പോൾ ഇതേപോലെയാണ് നിൽക്കേണ്ടത്. ഈ ഭാഗം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് വള്ളിയൊക്കെ ഇട്ട് കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെച്ചേക്കാം. അത് വള്ളി ഇടുമ്പോഴത്തേക്ക് അത്ര സ്ട്രോങ് ആയിരിക്കില്ല ഒരു ക്ലാമ്പ്. കാരണം ഇത് വെൽഡ് ചെയ്യാൻ നോക്കണ്ട. വെൽഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നിൽക്കില്ല സംഭവം. അപ്പോൾ സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ആ ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ എസ്റ്റിമേറ്റിന് അത് ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്കിവിടെ ലോക്കൽ ഓട്ടോക്കെ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ വണ്ടിയുടെ ഉപയോഗം നിങ്ങൾക്ക് അറിയുള്ളൂ, എത്രത്തോളം എങ്ങനെയാണ് ഉപയോഗിക്കണമെന്നുള്ള കേസ്. എപ്പോഴും നല്ലത് മാറ്റിയിടുന്നതാണ്. പിന്നെ നമ്മളത്രയും സജഷൻ പറയാതെ തീരെ മോശാവസ്ഥയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിൻ്റെ കേസ്. നിങ്ങൾ നോക്കുക, ആവശ്യമെങ്കിൽ പറയാം, നമുക്കതും കൂടി കൂട്ടത്തിക്കടെ മാറ്റിയിടാവുന്നതാണ്. ഓക്കെ.